പേജ് 118 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൽ 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 4 സബ് ക്വസ്റ്റ്യൻസിൻ്റെയും കൂടെ ആൻസറുകൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. ചുവടെ പറയുന്ന സംഖ്യകളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക. അത് ചെയ്യുന്നതിന് പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് കണ്ടുപിടിക്കണം. അത് പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ പവറുകളുടെ ഗുണനം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതിനായിട്ട് ഇവിടെ നമുക്കൊരു ഇക്വേഷൻ പറയുന്നുണ്ട്, അത് പിന്നെ പറയാം. അതിൻ്റെ കൂടെ ഈ പ്രോബ്ലം ചെയ്തു പോകുന്ന വഴിക്ക് ആ ഇക്വേഷൻസിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നതായിരിക്കും. പേജ് 118. റൈറ്റ് ഈച്ച് പ്രോഡക്റ്റ് ബിലോ ആസ് ദി പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. പ്രൈംസ് എന്ന് പറഞ്ഞാലും പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകളാണ്. 1, 2, 3, 4 വരത്തില്ല. 2 ഗുണനം 2 ആയതുകൊണ്ട് 4 എന്ന സംഖ്യ വരത്തില്ല. അങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന സംഖ്യകളെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ടാണ് എഴുതേണ്ടത്. ആദ്യത്തെ സംഖ്യ 72 ഗുണനം 162. ഇതിനെ എങ്ങനെയാണ് നമുക്ക് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതുന്നത് എന്ന് നോക്കാം. ആദ്യം 72നെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യകളുടെ ഗുണിതമാക്കണം. അപ്പോൾ 72 എഴുതി ഫാക്ടേഴ്സ് ആക്കുന്നതിന് ഈ രീതിയിൽ വര വരച്ച് സംഖ്യകൾ അടുക്കി എഴുതണം. ആദ്യം 72ൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം. ഒറ്റയുടെ സ്ഥാനത്ത് 2 അല്ലെങ്കിൽ ഇരട്ടസംഖ്യ ആയതുകൊണ്ട് ഇതിനെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയും. അപ്പോൾ 2ൻ്റെ മൂന്നാമത്തെ ഗുണിതം, 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 6 ലഭിക്കുന്നത്. 6ൻ്റെ കൂടെ ഒരു ശിഷ്ടം ഇവിടെ വരുന്നുണ്ട്, 1 വരും. അപ്പോൾ സംഖ്യ നമ്മൾ 12 ആയിട്ട് കൂട്ടണം. ഈ 2 മേളിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ 12 ആക്കണം. 2 ഗുണനം 3 6. ഈ 7ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 1 കിട്ടും. ആ 1 ഇവിടെ എഴുതിക്കൊണ്ട് 12 എന്ന് നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്താലും മതി. 12ൽ പിന്നെ 2 എത്ര പ്രാവശ്യം അടങ്ങുമെന്ന് നോക്കണം. അപ്പോൾ 6 കിട്ടി. ഒന്നുകൂടി പറയാം. 2 7ൽ എത്ര പ്രാവശ്യം അടങ്ങുമെന്ന് നോക്കണം. അപ്പോൾ 2ൻ്റെ പട്ടിക 3 പ്രാവശ്യം ചൊല്ലുമ്പോൾ നമുക്ക് 6 കിട്ടും. 4 പ്രാവശ്യം ആയാൽ 8 കിട്ടും. അപ്പോൾ 7 കറക്റ്റായിട്ട് കിട്ടില്ല, 1 ശിഷ്ടം വരുന്നു. ആ 1 നമ്മളിവിടെ എഴുതുന്നത്. കൂടെ ഇപ്പുറത്ത് 2 കൂടെ ഉള്ളതായിട്ട് കരുതണം, മനസ്സിൽ കരുതണം. അപ്പോൾ 12 വന്നു. 12ൽ 2 എത്ര പ്രാവശ്യം അടങ്ങുമെന്ന് കണ്ടുപിടിക്കണം. 6 പ്രാവശ്യം ആവും. അങ്ങനെ 36 കിട്ടി. ഇല്ലെങ്കിൽ 72ൻ്റെ പകുതി എടുത്താലും മതി. ശേഷം വീണ്ടും ഈ 6 ഇരട്ടസംഖ്യ ആയതുകൊണ്ട് 2ൻ്റെ ഗുണിതമാണ്. 36ൻ്റെ പകുതി എടുത്താലും മതി. 18 കിട്ടി. 18 ഇരട്ടസംഖ്യയാണ്. അപ്പോൾ 2 കൊണ്ട് പറ്റും. 9 കിട്ടി. 9 ഇരട്ടസംഖ്യയല്ല, ഒറ്റ സംഖ്യയാണ്. അപ്പോൾ 2 കൊണ്ട് പറ്റില്ല. തൊട്ടടുത്ത ഒറ്റ സംഖ്യ 3 എടുക്കണം. 3ൻ്റെ മൂന്നാമത്തെ ഗുണിതമായിട്ട് 9 വരുന്നത് കൊണ്ട് 3 നമ്മൾ താഴെ എഴുതി. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യകൾ കിട്ടി. അതിനെ ഈ 72 എന്ന് എഴുതി ഈ രീതിയിൽ ക്രമീകരിച്ചെഴുതി. 2 ഗുണനം 2 ഗുണനം 2 ഗുണനം 3 ഗുണനം 3 എന്ന് എഴുതി. 2 എത്ര പ്രാവശ്യം എഴുതി എന്നുള്ളത് കൃതിയായിട്ട് മുകളിൽ എഴുതി. 2ൻ്റെ മൂന്നാമത്തെ കൃതിയും അതിൻ്റെ കൂടെ 3ൻ്റെ 2 കൃതികളും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് 72 കിട്ടുന്നത്. അപ്പോൾ 2⁻3 3⁻2 ഇങ്ങനെ 2 സംഖ്യകളും എഴുതി. അതുപോലെ തന്നെ വീണ്ടും 162 എന്ന സംഖ്യയെ ഫാക്ടേഴ്സ് ആക്കി. 2 ഇരട്ട സംഖ്യയാണ്. 2 കൊണ്ട് എത്ര പ്രാവശ്യം അടങ്ങുമെന്ന് കണ്ടുപിടിക്കുന്നതിന് പകുതി എഴുതിയാൽ മതി. അല്ലെങ്കിൽ
പട്ടിക ചൊല്ലി 2 16-ൽ 8 പ്രാവശ്യം അടങ്ങുന്നു, 2-ൽ 1 പ്രാവശ്യം അടങ്ങുന്നു, അങ്ങനെ 81 കിട്ടി. 81 എന്നുള്ളത് 3-ന്റെ ഗുണിതമാണ്. അങ്ങനെയാണെങ്കിൽ 3-ന്റെ എത്രാമത്തെ ഗുണിതമാണെന്ന് നോക്കണം. 3-ന്റെ രണ്ടാമത്തെ ഗുണിതം 6, ശിഷ്ടം 2 വരുന്നു. ആ 2 ഇങ്ങോട്ട് എഴുതിയാൽ 21 ആവുന്നു. 21-ൽ 3 7 പ്രാവശ്യം അടങ്ങുന്നു, അപ്പോൾ 27 ആയി. വീണ്ടും ഇത് 3-ന്റെ ഗുണിതമാണ്. അപ്പോൾ 3 കൊണ്ട് നമ്മൾ 27-നെ 9 പ്രാവശ്യം പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും. ആ 9-നെ വീണ്ടും 3 കൊണ്ട് ചെയ്തു, 3 കിട്ടി. അങ്ങനെ 2 ഗുണനം 3 ഗുണനം 3 ഗുണനം 3 ഗുണനം 2 കിട്ടി. അതാണ് നമ്മളിവിടെ എഴുതിയത്. 162 സമം 2 ഗുണനം 3 ഗുണനം 3 ഗുണനം 3 ഗുണനം 3. 2 ഒരു പ്രാവശ്യവും 3 4 പ്രാവശ്യവും വന്നു. ഇപ്പം നമുക്ക് 2 തരത്തിലുള്ള സംഖ്യകൾ കിട്ടി. 72-ൻ്റെതും എഴുതി, 16-ൻ്റെതും എഴുതി. പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ് ആയിട്ട് നമ്മളിവിടെ എഴുതി. ആ എഴുതിയതിൽ നമ്മൾ ഒന്നും കൂടെ അതിനെ സോർട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ 72 ഗുണനം 162 സമം, ഈ 72-ന് കിട്ടിയത് ആദ്യം എഴുതി, 162-ന് കിട്ടിയത് രണ്ടാമത് എഴുതി. എഴുതിയ ശേഷം ഇവിടെയും ഇവിടെയും എല്ലാം 2-ൻ്റെയും 3-ൻ്റെയും ഘടകങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ഫൈനലായിട്ടുള്ള ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല. അപ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ്റെ ആവശ്യം വരുന്നത്. എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എക്സ് റൈസ് ടു എം പ്ലസ് എൻ. ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാൽ, ഈ കിട്ടിയ 2 സംഖ്യകൾ, ഈ സംഖ്യയും ഈ സംഖ്യയെയും നമ്മൾ 2-ൻ്റെ പവർ ഉള്ളതിനെ ഒന്നിച്ച് തന്നെ എഴുതി. ഇവിടെ 2⁻³ കിട്ടി. അടുത്തതിൽ ഈ 162-ൻ്റെ ഫാക്ടേഴ്സ് ആക്കിയതിൽ 2⁻1 ഉണ്ട്. അപ്പോൾ 2⁻3-ഉം 2⁻1-ഉം കൂടെ ചേർത്ത് എഴുതി. അങ്ങനെ ആകുമ്പോൾ ഇത് എക്സും ഇത് വേറെ ഒരു എക്സ്, രണ്ടും ഒരേ സംഖ്യ ആയതുകൊണ്ട് എക്സ് തന്നെ വന്നു. ഇത് എക്സ് റൈസ് ടു എം, ഇത് എക്സ് റൈസ് ടു എൻ, രണ്ടും കൂടെ ആകുമ്പോൾ എക്സ് റൈസ് ടു എം പ്ലസ് എൻ. ഈ ഒരു സംഖ്യയ്ക്ക് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. എക്സ് റൈസ് ടു എം പ്ലസ് എൻ എന്ന് വന്നു. എക്സ് റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറയുമ്പോൾ ഈ സംഖ്യ അതുപോലെ താഴെ എഴുതിയതിന് ശേഷം 3 ഒന്നും കൂടെ കൂട്ടി എഴുതണം. അന്നേരം 4 വന്നു. എക്സ് റൈസ് ടു എം പ്ലസ് എക്സ് റൈസ് ടു എൻ. ഇവിടെയും അതുപോലെ നമ്മൾ ഇവിടെ കിട്ടിയ ഫാക്ടേഴ്സും ഇതിൻ്റെ ഫാക്ടേഴ്സിൽ നിന്ന് 3⁻², 3⁻4 എടുത്തു, രണ്ടും കൂടെ ചേർത്ത് എഴുതി. ഇവിടെ നമുക്ക് എക്സ് റൈസ് ടു എം എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എക്സ് റൈസ് ടു എം പ്ലസ് എൻ. 3 ഒരു പ്രാവശ്യം എഴുതണം. ഈ എമ്മും എന്നും കൂടി കൂട്ടി എഴുതണം. 4-ഉം 2-ഉം കൂടെ കൂട്ടുമ്പോൾ 6 കിട്ടും. 3 ഒന്നും കൂടെ കൂട്ടുമ്പോൾ 4 കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ എക്സ് റൈസ് ടു എം എന്നുള്ള പ്രോഡക്റ്റ് പവേഴ്സ് നോക്കിയാണ്. അപ്പോൾ ഇത് ഫൈനലായിട്ടുള്ള ഉത്തരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 225 ഗുണനം 135. 225-നെ നമ്മൾ ഈ രീതിയിൽ പവറാക്കി. 3-ൻ്റെ പവർ 22-ൽ 7 പ്രാവശ്യം അടങ്ങുമ്പോൾ 21 1 ശിഷ്ടം വരുന്നു. അപ്പോൾ 15. 15-ൽ 3 5 പ്രാവശ്യം അടങ്ങും. 3 ഗുണനം 5 15 കിട്ടി. അപ്പോൾ ഇവിടെ 75. 75-ൽ 3 25 പ്രാവശ്യം, 25 3 75. പിന്നെ 25-നെ 5-ൻ്റെ 5-മത്തെ മൾട്ടിപ്പിളായിട്ട് എഴുതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫാക്ടേഴ്സ് കിട്ടി. അത് ഞാൻ ഇവിടെ എഴുതി. 3 2 പ്രാവശ്യം ആയതുകൊണ്ട് 3⁻²2 എഴുതി. 5 2 പ്രാവശ്യം ആയതുകൊണ്ട് 5⁻²2 വന്നു. 135-നെയും അതുപോലെ ഘടകക്രിയ ചെയ്തു.
ഘടകക്രിയ ചെയ്യുമ്പോൾ 3ൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതി 45 വന്നു. 45നെ വീണ്ടും 3 കൊണ്ട് ക്രിയ ചെയ്തപ്പോൾ 15 കിട്ടി. 15നെ 3ൻ്റെ പട്ടികയിൽ 5 പ്രാവശ്യം അടങ്ങുന്നു. അങ്ങനെ ഈ രീതിയിൽ എഴുതിയ ഫാക്ടേഴ്സ് ഇവിടെ ഇങ്ങനെ എഴുതി. 3 പ്രാവശ്യം ഉള്ളതുകൊണ്ട് 3 പ്രാവശ്യം ഉള്ളതുകൊണ്ട് ആണ് ഇവിടെ 3 എഴുതിയത്. പിന്നെ 5 ഒരു പ്രാവശ്യം എഴുതി, ഇങ്ങനെ എഴുതി. അത് കഴിഞ്ഞ് 2ലും 3 ഉണ്ട്, 2ലും 5 ഉണ്ട്. അപ്പോൾ ഈ 3 2 കൂടെ ഇവിടെ ചേർത്ത് എഴുതണം, 5 2 കൂടെ ചേർത്ത് എഴുതണം. ആദ്യം 225 നമുക്ക് കിട്ടിയ ഉത്തരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 135 കിട്ടിയ ആ ഉത്തരം ഇവിടെയും എഴുതി. പിന്നെ x⁻m എന്നുള്ള ഇക്വേഷൻ വരുന്നതിന് വേണ്ടി ഈ 2 സെറ്റുകളിലെയും 3കളെ ചേർത്തെഴുതി, 5കളെയും ഒന്നിച്ചെഴുതി. അവസാനം 3 2ൻ്റെ പവറിൻ്റെയും 3ൻ്റെ പവറിൻ്റെയും തുകയായിട്ട് എഴുതി. അപ്പം 3⁻5 വന്നു. ഈ 2ഉം ഈ 1ഉം കൂടെ കൂട്ടി 3 എഴുതി. അങ്ങനെ 3⁵5ഉം 5⁵3യും ഈ 225 × 135 കിട്ടി. 105 ഗുണനം 175. 105നെ ഫാക്ടേഴ്സാക്കി 5ൻ്റെ ഗുണിതം അല്ലെങ്കിൽ 3ൻ്റെ ഗുണിതം, ഇത് 2 കൊണ്ടും പറ്റും. ഞാനിപ്പോൾ 3ൻ്റെത് എടുത്തതേ ഉള്ളൂ. ഒറ്റയുടെ സ്ഥാനത്ത് 0 5 വന്നാൽ 5 കൊണ്ട് പറ്റും, അല്ലെങ്കിൽ 3 കൊണ്ട് പറ്റും. ഏറ്റവും ചെറിയ സംഖ്യ എടുക്കാൻ പറയുന്നത് കൊണ്ട് 3 എന്നുള്ള പ്രൈം ഫാക്ടർ എടുത്തു. 3ൽ 10 3 പ്രാവശ്യം ആവുമ്പോൾ 9 ആകുന്നു. ശിഷ്ടം 1 വരുന്നു. ആ 1 15 നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ 15ൽ 3 5 പ്രാവശ്യം, 3 15 കിട്ടുന്നു. ഈ 15ൻ്റെ ഇപ്പുറത്തുള്ള ആ 1 വരാനുള്ള കാരണം 10ൻ്റെ ശിഷ്ടമാണ്. അങ്ങനെ 35ൽ 5 7 പ്രാവശ്യം വന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഫാക്ടേഴ്സാക്കി എഴുതുമ്പോൾ 105 3 ഗുണനം 5 ഗുണനം 3 എന്ന് എഴുതി. തൊട്ടടുത്തതായിട്ട് 175നെയും ഇതുപോലെ എഴുതി. 175 5ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്നു. 5ൻ്റെ 35ാമത്തെ മൾട്ടിപ്പിളാണ് 175. 35നെയും വീണ്ടും 5 കൊണ്ട് ക്രിയ ചെയ്യാൻ പറ്റും. 7 പ്രാവശ്യമാകുമ്പോൾ 35 വരുന്നു. 5ൻ്റെ പട്ടിക ചൊല്ലി നോക്കണം. 7 പ്രാവശ്യമാകുമ്പോൾ 35 കിട്ടും. അങ്ങനെ ഈ കിട്ടിയ ഫാക്ടേഴ്സിനെ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യകളെ 5 ഗുണനം 5 ഗുണനം 7 ആയിട്ട് എഴുതി. 5 2 പ്രാവശ്യം വന്നു, 7 ഒന്നും വന്നു. പക്ഷേ ഈ ഇവിടെയാണെങ്കിൽ നമുക്ക് ആവർത്തിച്ച സംഖ്യകളൊന്നും വരാത്തത് കൊണ്ട് അതിനെ ഏറ്റവും ചെറിയ ഫാക്ടേഴ്സായിട്ട് ക്രോഡീകരിച്ച് എഴുതാൻ പറ്റില്ല. അതുപോലെ അവിടെ കിടക്കണം. ലാസ്റ്റിൽ നമ്മൾ ഈ ചോദ്യം തന്നെ ഒന്നുകൂടി എഴുതിയിട്ട് ഇതിന് കിട്ടിയ ഈ ആൻസർ, ഈ ഫാക്ടേഴ്സ് ഇവിടെ എഴുതി. 175 കിട്ടിയ ഫൈനൽ ആൻസർ ഇവിടെ എഴുതിയ ശേഷം ഇനി ഇതിലേതെങ്കിലും സംഖ്യകൾ സാമ്യമായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ 5ഉം വരുന്നുണ്ട്, 7ഉം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 ഇവിടെ 1 പ്രാവശ്യവും ഇവിടെ 2 പ്രാവശ്യവും ഉണ്ട്. 7 2 ഗ്രൂപ്പിലും ഓരോ പ്രാവശ്യം വരുന്നുണ്ട്. 3 എങ്ങും വരുന്നില്ല. അപ്പോൾ 3 നമ്മൾ ബ്രാക്കറ്റിന് വെളിയിലാക്കി 5 ഒരു പ്രാവശ്യം ഉള്ളതും ഈ രണ്ടാമത്തെ 5ൻ്റെ പവറും ഇവിടെ എഴുതി. 7ൻ്റെ ഓരോ പവർ വീതം ഉള്ളത് ഒന്നിച്ചെഴുതി. ലാസ്റ്റിൽ ഇവയെല്ലാം കൂടി ക്രോഡീകരിച്ചിട്ട് 3 ഗുണനം 5ൻ്റെ കൃതി 3 ഗുണനം 7ൻ്റെ കൃതി 2 ഈ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി. ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള പ്രോഡക്റ്റ് പവർ. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. 25 × 45 × 75. 25 എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാം. 5 × 5 25, അപ്പോൾ 5 സ്ക്വയർ. 45നെ 5 × 3 × 3 ആയിട്ട് എഴുതി. 45ൽ 5ൻ്റെ പട്ടിക 9 പ്രാവശ്യം അടങ്ങും. 9ൽ 3ൻ്റെ പട്ടിക 3 പ്രാവശ്യം അടങ്ങും. അപ്പം 45 = 5 ഗുണനം 3 ഗുണനം 3. 5 ഒരു പ്രാവശ്യവും 3 2 പ്രാവശ്യവും വന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ എഴുതി.
മൂന്നാമത്തെ സംഖ്യ 75. 75നെ ഈ പറഞ്ഞതുപോലെ 5ൻ്റെ ഗുണിതമാക്കി 15 പ്രാവശ്യം കിട്ടി. വീണ്ടും 5ൻ്റെ ഗുണിതം എടുത്തു, 3 പ്രാവശ്യമായി. അതിനെയും നമ്മൾ 75 സമം 5 ഗുണനം 5 ഗുണനം 3 എന്ന് എഴുതി. 5 2 പ്രാവശ്യം വന്നതുകൊണ്ട് 5ൻ്റെ കൃതി 2 3ൻ്റെ കൃതി 1 ആയി എഴുതി. ഇനി ലാസ്റ്റിൽ ഇവയുടെ എല്ലാത്തിൻ്റെയും കൂടി ഗുണനഫലം കണ്ടുപിടിക്കണം. കൃതികളുടെ ഗുണനഫലമായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ കിട്ടിയത് ഇവിടെ എഴുതി, 45ൻ്റെത് ഇവിടെ എഴുതി, 75ൻ്റെത് ഇവിടെയും എഴുതി. ഇനി ഇതിൽ 5 വരുന്നതെല്ലാം കൂടി ഒന്നിച്ചെഴുതി, 3 വരുന്നതെല്ലാം കൂടി ഒന്നിച്ചെഴുതി. 5ൻ്റെത് 2 1 2 വന്നു. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 5 വരും. 3ൻ്റെത് 2 1 കൂടെ കൂട്ടി 3 വന്നു. ഇവിടെ നമ്മൾ x raised to m into x raised to n, x raised to m plus n, കൂടാതെ ഒന്നും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ആയാലും വിഷമിക്കേണ്ട, എല്ലാം കൂടി അങ്ങ് കൂട്ടി എഴുതിയാൽ മതി. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് അടുത്ത ഉത്തരവും കിട്ടി.